ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, സെപ്റ്റംബർ മാസം 1-ാം തീയതിയുടെ എല്ലാവിധ ആശംസകളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം വെളിപാട് പുസ്തകം 12-ാം അധ്യായം 1-ാം തിരുവചനം. സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. ദൈവവചനം ശ്രവിക്കുന്ന എല്ലാവർക്കും ഈ മാസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഈശോയുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ചേർന്ന് നിന്നുകൊണ്ട് 8 ദിവസം പാപത്തിൻ്റെ പശ്ചാത്താപത്തിൽ നിന്നും പ്രായശ്ചിത്തങ്ങൾ നേർന്നുകൊണ്ട്, പ്രായശ്ചിത്തങ്ങൾ എടുത്തുകൊണ്ട് പാപമോചനത്തിനായി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഉപവസിക്കുകയും നോമ്പ് നോക്കുകയും ചെയ്യുന്ന 8 ദിനങ്ങൾ നമ്മളെ തന്നെ പാപത്തിൽ നിന്നും വിടുതൽ നേടുവാൻ, പാപമോചനം പിതാവായ ദൈവത്തിൽ നിന്നും ലഭിക്കുവാൻ, ആത്മശോധന ചെയ്യുവാൻ, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കയ്യിലെടുത്തു പിടിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ അമ്മയോട് ചേർന്ന് നിന്ന് നമുക്ക് ഈ ഒരു മാസം മുന്നോട്ട് നടക്കാം. സ്വയം ആത്മശോധന ചെയ്യാം. ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിക്കും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒരേപോലെ തൻ്റെ ശരീരത്തിൽ സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല. നട്ടുച്ച നേരത്ത് സൂര്യൻ്റെ ചൂടേൽക്കുമ്പോൾ തളർന്നു വീഴുന്നവരാണ് നമ്മൾ. പക്ഷേ വചനത്തിൽ പറയുകയാണ്, സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, ചന്ദ്രനെ തൻ്റെ കാൽപാദങ്ങൾക്ക് താഴെ നിർത്തിയിരിക്കുന്നു. 12 നക്ഷത്രങ്ങൾ ശിരസിൽ കിരീടമായി നിൽക്കുന്നു. ഇതിനെല്ലാം പല അർത്ഥങ്ങളുണ്ട്. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പോലും കീഴടക്കുവാനും പിശാചിൻ്റെ തല തകർക്കുവാനും കെൽപ്പുള്ളവ ആ ദൈവമാതാവിനോട് ചേർന്ന് നിന്ന് യേശുക്രിസ്തുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തോട് ചേർന്ന് നിന്ന് നമ്മൾക്ക് ഈ മാസം നമ്മളെ തന്നെ ശുദ്ധീകരിക്കുവാനും ചെയ്തുപോയ പാപങ്ങൾക്ക് മാപ്പ് ചോദിക്കുവാനും നമ്മൾക്കെല്ലാവർക്കും നന്മയുണ്ടാകുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ സഹായം നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ.